ദീപു ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ സത്യേ? വീടില്ലല്ലോ, പിന്നെ എങ്ങനെ ഉറങ്ങാനാ? പാവം അല്ലേ? അല്ല, ഇങ്ങനെ ഇരുന്നാലെങ്ങനെയാ? എന്തേലും കഴിക്കണ്ടേ? ഞങ്ങൾക്ക് തീരെ വിശപ്പില്ല അമ്മേ. അതെന്താ വിശപ്പില്ലാത്തത്? വൈകിട്ട് ഹെവി ഫുഡ് എന്തെങ്കിലും കഴിച്ചോ? പപ്പിക്കോ? സത്യക്ക് വേണ്ടാത്തോണ്ട് പപ്പിക്കും വേണ്ടെന്നാണോ? എനിക്കും വേണ്ടമ്മേ. മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഭക്ഷണം കഴിക്കാനൊക്കെ തോന്നൂ. ഒച്ചൂടാ, എന്റെ മോക്ക് മനസ്സിന് സങ്കടം ഉണ്ടാക്കുന്ന എന്ത് കാര്യം അവിടെ നടന്നേ? ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? അതൊന്നുമില്ല. പിന്നെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ എവിടെ പോയി? ദീപകിന്റെ കാര്യം ആലോചിച്ചിട്ടാ അമ്മേ. അവൻ എങ്ങനെയാ അമ്മ അവിടെ കിടക്ക? അവന്റെ ചേച്ചി മരിച്ച പോലെ അവനും എന്തെങ്കിലും അപകടം വരുമെന്നും പറഞ്ഞ് അവന് പേടിയാ അമ്മേ. ആ രീതിയിലല്ലേ ആ വീടിരിക്കുന്നത്. നമുക്ക് എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ അതില്ലാത്തവരുടെ കാര്യം അതോർക്കുമ്പോ എങ്ങനെയാ അമ്മ സങ്കടം വരാതിരിക്കുന്നേ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നുവെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. നന്മ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരച്ഛന്റെ മക്കളാവുമ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നവനായിരുന്നു നിങ്ങളുടെ അച്ഛൻ. കണ്ണീര് കണ്ട മനസ്സലിയുന്നവൻ, പാവങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ആള്. ആ അച്ഛന്റെ മക്കൾക്ക് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ പറയാനാവ്? എങ്ങനെയെങ്കിലും ദീപുവിനൊരു വീട് വെച്ചു കൊടുക്കണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹാ. വലിയ വീടൊന്നും വേണ്ട, പേടിക്കാതെ അവർക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റിയാ മതി. കൊടുക്കാം, നമുക്കൊക്കെ ചെയ്തു കൊടുക്കാം. ശാലിനി, അമ്മയും മക്കളും കൂടെ ചോറൊന്നും ഉണ്ണാതെ ഇവിടെ വന്നിരിക്കുക? കൂട്ടുകാരന് വീടില്ലാത്തതുകൊണ്ട് രണ്ടുപേർക്കും സങ്കടം. അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വന്ന് ഭക്ഷണം കഴിച്ചിട്ടേ എത്ര വേണമെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാലോ. വാ മക്കളെ, വാ വന്നേ. പിന്നെ മോളെ, വിഷ്ണുവിന്റെ ഇൻഷുറൻസ് മുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ടുള്ള പേപ്പറാ. അവനിനി ഇതൊന്നും അടയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എങ്ങനെ അടയ്ക്കാന്? കുടുംബവും വേണ്ട, കുട്ടികളും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവനൊക്കെ ഇൻഷുറൻസിന്റെ പണമൊക്കെ അടയ്ക്കൂ? മോൾ അതെന്താണെന്ന് വെച്ചാ ചെയ്യ്. മക്കള് വാ വാ. വിഷ്ണുവേട്ടന്റെ പേരിലുള്ള ഇൻഷുറൻസ് 30 ലക്ഷം രൂപയുണ്ട്.